ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്ന പേര് ഷാഫി പറമ്പിൽ എന്നായിരുന്നു. വടകരയിലും പാലക്കാട്ടുമെല്ലാം ഷാഫി ഉണ്ടാക്കിയ ഓളം കോൺഗ്രസ് അണികൾക്ക് നൽകിയ ആവേശം ചെറുതല്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം മടങ്ങും മുൻപേ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് സ്വന്തം അണികളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള രോഷപ്രകടനങ്ങളും വിമർശനങ്ങളും നേരിടുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാഫി പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റുകൾക്കും താഴെ പതിവിന് വിപരീതമായി കടുത്ത രോഷപ്രകടനങ്ങളാണ് അണികൾ പ്രകടിപ്പിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന അധികാര തർക്കങ്ങളും ഗ്രൂപ്പ് നീക്കങ്ങളുമാണ്. കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിൽ നിലവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ശക്തമായ ഒരു പൊതുവികാരം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ നടത്തിയ ഇടപെടലുകളും തിരഞ്ഞെടുപ്പ് നയിച്ച രീതിയുമാണ് ഇതിന് കാരണം. എന്നാൽ ഇതിന് വിരുദ്ധമായി ഷാഫി പറമ്പിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് അണികൾ ഷാഫിക്കെതിരെ തിരിഞ്ഞത്. ഷാഫി മാത്രമല്ല, കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്ന മറ്റ് എം.എൽ.എമാരും സമാനമായ രീതിയിലുള്ള പൊങ്കാല നേരിടുന്നുണ്ട്. കോൺഗ്രസ് അണികൾക്കിടയിൽ ഈ ഒരു വികാരം വെറുമൊരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് വ്യക്തിപരമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ് എന്തിനാണ് അണികളുടെ വികാരത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്നത് എന്ന ചോദ്യത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പുനരേകീകരണത്തിന്റെ തന്ത്രങ്ങളാണുള്ളത്. പഴയ എ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാനും ആ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാനുമുള്ള ശ്രമങ്ങൾ ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് കരുതപ്പെടുന്നു. വി.ഡി. സതീശനേക്കാൾ കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാകുമെന്ന് ഷാഫി കണക്കുകൂട്ടുന്നുണ്ടാവാം. പ്രത്യേകിച്ച് കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾ ലക്ഷ്യം വെച്ചാണ് ഇത്തരം നീക്കങ്ങളെന്നും വിലയിരുത്തുന്നുണ്ട്. ഷാഫിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന്റെ അണികളും ഇപ്പോൾ അദ്ദേഹത്തോട് നീരസത്തിലാണ്. പാലക്കാട് ബി.ജെ.പി. വിരുദ്ധ പോരാട്ടത്തിലും പിന്നീട് വടകരയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഷാഫിയെ ഒരു വലിയ നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവന്നതിൽ മലബാറിലെ യു.ഡി.എഫ്. പ്രവർത്തകർക്കും ലീഗിനും വലിയ പങ്കുണ്ട്. വർഗീയതയ്ക്കെതിരെയും അപവൽക്കരണത്തിനെതിരെയും വി.ഡി. സതീശൻ എടുത്ത ശക്തമായ നിലപാടുകളെ പിന്തുണച്ചിരുന്ന ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തെ വെട്ടാൻ ഷാഫി ശ്രമിക്കുന്നത് വഞ്ചനയായിട്ടാണ് കാണുന്നത്. സീരിയസ് ആയ രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട സമയത്ത് മൗനം പാലിക്കുകയും വ്യക്തിപരമായ കരിയർ ലക്ഷ്യങ്ങൾക്കായി ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്നത് ഷാഫിക്ക് തിരിച്ചടിയാകുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ വി.ഡി. സതീശൻ എടുത്ത മൂർച്ചയുള്ള നിലപാടുകളുമായി പൊരുത്തപ്പെടാൻ ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതും സതീശനുമായിട്ടുള്ള അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. മുതിർന്ന CPIM നേതാവ് M. ആരിഫിനെതിരെയുള്ള പരാമർശങ്ങളും ജി. സുധാകരന്റെ പ്രസ്താവനകളും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര കലഹം യു.ഡി.എഫിന്റെ പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഫെയറായ ഒരു രാഷ്ട്രീയം കളിക്കുന്നതിൽ എത്ര വലിയ നേതാവായാലും ജനങ്ങൾക്കിടയിൽ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നതിന്റെ പ്രധാന തെളിവാണ് ഇപ്പോൾ ഷാഫി നേരിടുന്ന ഈ പ്രതിസന്ധി. ചുരുക്കത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ സുരക്ഷിതമായ കളികൾ മാത്രം കളിച്ചിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ സ്വന്തം അണികളുടെ വിചാരണ നേരിടുകയാണ്. ജനങ്ങൾക്കിടയിൽ വി.ഡി. സതീശന് ലഭിച്ച അംഗീകാരത്തെ മറികടന്ന് ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഷാഫിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതുവരെ കോൺഗ്രസിനുള്ളിലെ ഈ വടംവലിയും അതിനെ തുടർന്നുള്ള സൈബർ പോരാട്ടങ്ങളും തുടരാനാണ് സാധ്യത. ഷാഫി പറമ്പിൽ തന്റെ നിലപാടുകൾ തിരുത്തുമോ അതോ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി മുന്നോട്ടു പോകുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്നത്. അണികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാത്ത പക്ഷം അവർ തന്നെ നേതാക്കളെ കൈവിടുന്ന കാഴ്ചയാണ് ഈ രാഷ്ട്രീയ മാറ്റം സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് അണികളുടെ ആവേശമായിരുന്ന ഷാഫി ഇപ്പോൾ വഞ്ചന എന്ന ആരോപണം നേരിടേണ്ടി വരുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ്. മൗനം കൊണ്ടും ഗ്രൂപ്പ് നീക്കങ്ങൾ കൊണ്ടും എക്കാലവും ജനങ്ങളുടെ കണ്ണുകെട്ടാൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഈ സംഭവ വികാസങ്ങൾ ഷാഫിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും നൽകുന്നത്. ഇതിന്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കുമെന്നറിയാൻ മുഖ്യമന്ത്രി പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും.